മോനെ സ്വർഗമതൊന്നുമല്ല, സ്വർഗമതൊന്നുമല്ല. സ്വർഗം ഈ ലോകത്താരും കാണുന്നതല്ല. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരാൾക്കും പ്ലാൻ ചെയ്യാൻ പറ്റുന്നതല്ല സ്വർഗമെന്ന് പറയുന്നത്. ഒന്ന് പറയട്ടെ, അദ്നാ മൻസിലത്തിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന വീട് ഏതാണെന്നറിയുമോ? ഈ ദുനിയാവിന്റെ രണ്ടരട്ടിയാണ്. ഈ മഹലിന്റെ അല്ല, ഈ പഞ്ചായത്തിന്റെ അല്ല, ഈ കർണാടക സ്റ്റേറ്റിന്റെ അല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ അല്ല, ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ അല്ല, ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളുടെയും ഇരട്ടിയാണ് സ്വർഗത്തിലെ ഏറ്റവും ലോ ക്ലാസ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാസ്റ്റ് എൻട്രി ടു പാരഡൈസ്, സ്വർഗത്തിലേക്ക് അവസാനം വരുന്ന ആൾ, അയാൾക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹം എത്രയാണെന്ന് അറിയുമോ മോനെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിലേക്ക് അവസാനം വരുന്ന ആൾക്ക് അല്ലാഹു നൽകുന്നത് എന്താണെന്നറിയുമോ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, नदामत से गुनाहों का इज़ाला कुछ तो हो जाता, मुझे रोना भी तो आता नहीं आए नदामत से. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ആരാണ്? ലോകമാകമാനമുള്ള മാനവികതയുടെ ഹൃദയങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മശീലുകൾ രേഖപ്പെടുത്തി സ്വർഗത്തിന്റെ മലർവാടിയിലേക്ക് മാടി വിളിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. मैं मदीने चला, मैं मदीने चला, फिर करम हो गया, मैं मदीने चला, मैं मदीने चला, मैं मदीने चला, मेरे गंदे कदम और उनका हरम लाज रखना खुदा, मैं मदीने चला. അനുരാഗത്തിന്റെ ആത്മാനന്ദങ്ങൾ കൊണ്ട് ലോകമാകമാനമുള്ള വിശ്വാസി കോടികളുടെ ഹൃദയങ്ങളിൽ നിന്ന് പ്രണയത്തിന്റെ നിറകുസുമങ്ങളെ മാടി വിളിച്ച് മദീനയിൽ സമാഹരിച്ച് പ്രണയത്തിന്റെ പ്രതിഷ്ഠ നൽകിയ അനുരാഗത്തിന്റെ തലസ്ഥാനമേ മദീനത്തു റസൂലുള്ളാഹ്. പഠിച്ചോനെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുനാമം ഒന്ന് കേൾക്കുമ്പോൾ ഉയരട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് മദീനയിലേക്ക് എത്തുന്നുണ്ട്. മുത്തുനബി തങ്ങൾ മദീനത്തെ ഖബറു ശരീഫിൽ ജീവിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ ചലനങ്ങൾ അറിയുന്നുണ്ട്. ചില ആളുകൾ വിചാരിച്ചു മദീനത്തെ കേവലം ഒരു വിശ്രമമാണ്. അല്ല, അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതിയ ഒരു കവിതയുണ്ട്, തവാത്തറത്തിൽ അദില്ലത്തു വന്നഖൂലു ഫലമ മാ വഹ്ദിൽ മുസന്നിഫു മാ യഖൂലു ബിഅന്നൽ മുസ്തഫാ ഹയ്യുൻ ത്വരിയു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിൽ ജീവിച്ചിരിക്കുകയാണ്.
ഈ ഹബീബായ തങ്ങള് ഇതറിയുന്നുണ്ട് മോനെ. ഈ സ്വലാത്ത് സലാമുകൾ കേൾക്കുന്നുണ്ട് മോനെ. ആ ഹബീബായ തങ്ങള് പറയുകയാണ്, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നരകത്തിൽ നിന്ന് ശിക്ഷ അനുഭവിച്ചിട്ട് സ്വർഗത്തിലേക്ക് അവസാനം കടന്നു വരുന്ന ആൾ. നമുക്കൊക്കെ സ്വർഗം ഒരു ഉറപ്പായിട്ടുണ്ടോ? ആദ്യം സ്വർഗത്തെ കുറിച്ചൊരു പുസ്തകം വായിച്ച് എത്ര ആളുണ്ടെന്ന് ചോദിച്ച കൂട്ടത്തിൽ എത്ര ആൾ കൈവക്കാണ്ടാവും? അൽ ജന്നത്തു വ നഈമുഹാ. നമ്മളൊരു വീടുണ്ടാക്കാൻ ഉദ്ദേശിച്ചാലോ, വീടുണ്ടാക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ പിന്നെ കാണുന്ന എല്ലാ വീടും ഒന്ന് നോക്കും. അതിന്റെ സിറ്റ് ഔട്ട് എങ്ങനെ, അതിന്റെ ഹാൾ എങ്ങനെ, അതിന്റെ ഡൈനിങ് ഹാൾ എങ്ങനെ, അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അതിന്റെ ഫ്ലോറിംഗ് എന്താണ്, അതിന്റെ ഓരോരോ കാര്യങ്ങളും. 1500 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടാക്കാൻ കഴിയുന്നവരും 25,000 സ്ക്വയർ ഫീറ്റിന്റെ വീട്ടുകാരനോട് ചോദിക്കും, ഇത് എത്ര സ്ക്വയർ ഫീറ്റാ, ഇത് എത്ര റുപ്യായി എന്നെല്ലാം ചോദിക്കും. കാരണം എന്താ? അവൻ ഉണ്ടാക്കാൻ പോകുന്ന വീടിനോടുള്ള ഒരു ഇഷ്ടമാണ്. എന്നാൽ ആ വീട്ടിൽ എത്ര കൊല്ലം നീ താമസിക്കാൻ പോണത്? അല്ലാഹു അഅലം. ആ വീട് പണിഞ്ഞു തീരുമെന്ന് അല്ലാഹു അഅലം. ഒരു കൊല്ലം ജീവിക്കുമെന്ന് അല്ലാഹു അഅലം. 10 കൊല്ലം ഉണ്ടാവുമെന്ന്. അങ്ങനെയുള്ള നൈമിഷികമായി ലോകത്തെ വീടിന് വേണ്ടി നിനക്കുള്ള മോഹമതാണെങ്കിൽ ഹിയ ജന്നത്തുൻ ത്വാബത് വതാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാഇ. അനന്തമായ സ്വർഗത്തിലെ വീടിനെ കുറിച്ച് അന്വേഷിക്കാൻ നിനക്കൊരു മോഹമില്ലേ? ആ സ്വർഗം എങ്ങനെയായിരിക്കും? സ്വർഗത്തിലെ ഫ്ലോറിംഗ് എന്തായിരിക്കും? സ്വർഗത്തിലെ പാനി എന്തായിരിക്കും? ആദ്യമായി സ്വർഗത്തിൽ കൊടുക്കുന്ന വെൽക്കം ഡ്രിങ്ക് ഏതായിരിക്കും? സ്വർഗത്തിലെ പുഷ്പങ്ങൾ എങ്ങനെയായിരിക്കും? സ്വർഗത്തിലെ കുസുമങ്ങൾ എങ്ങനെയായിരിക്കും? വിചാരം അവിടെയാണ്. ഹബീബായ തങ്ങളോട് സ്വഹാബത്തിന്റെ ചോദ്യം ഈ ലോകത്തെ വീടിനെ കുറിച്ചല്ല, പരലോകത്തെ വീടാകുന്ന സ്വർഗത്തെ കുറിച്ചാണ്. ഒരു സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, സ്വർഗത്തിലേക്ക് വന്നാൽ തങ്ങളങ്ങ് VIP ഹാളിലായിരിക്കില്ലേ, മാളികയിലായിരിക്കില്ലേ, ഫിർദൗസുൽ അഅലയിലായിരിക്കില്ലേ? സാധുക്കളായ ഞങ്ങള് ലോക്കൽ കമ്പാർട്ട്മെന്റിലായാൽ തങ്ങളെ കാണാൻ പറ്റുമോ നബിയേ? അപ്പാ സ്വഹാബിയുടെ മനസ്സിൽ ഉറപ്പാ, ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമുണ്ട്. തങ്ങൾ സ്വർഗത്തിലെ ഹൈയസ്റ്റ് പോയിന്റിലായിരിക്കും. നമ്മൾ അതിനൊന്നും പറ്റുന്നവരല്ല. സ്വർഗത്തിൽ കടന്നാൽ തന്നെ അപ്പൊ തങ്ങളെ കാണാൻ പറ്റുമോ? ഒരു സ്വഹാബിയുടെ ചോദ്യം. വേറെ ഒരു സ്വഹാബിയുടെ ചോദ്യം, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ഒരു അമലി എനിക്ക് പറഞ്ഞു തരാമോ നബിയേ? മഹാനരായ റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു തണുപ്പുള്ള രാത്രിയിൽ മുത്തുനബി തങ്ങൾക്ക് wudu എടുക്കാനുള്ള വെള്ളം എടുത്തു കൊടുത്തു. തങ്ങൾക്ക് വലിയ സന്തോഷമായി. തങ്ങൾ ചോദിക്കുകയാണ്, സല്ലി യാ റബീഅ, വേണ്ടത് ചോദിച്ചോ റബീഅ. നമ്മളാണെങ്കിൽ പറയും, അല്ല, അബൂദാബിയിൽ ഞാനൊരു പുതിയ കട തുടങ്ങാൻ പോകുന്നുണ്ട്, അതൊന്ന് റെഡിയാവാൻ ദ്വാരക്കണേ തങ്ങളെ. ഇപ്പൊ 4 ഷോപ്പുണ്ട്, കുറച്ച് കച്ചവടം ഡിമ്മാണ്, ഒന്ന് ഉഷാറാവാൻ ദ്വാരക്കണേ തങ്ങളെ. ഇതൊക്കെയല്ലേ ഇന്ന് നമുക്ക് വന്ന് ഉസ്താദുമാരോട്, തങ്ങന്മാരോട് മഖാമുകളിൽ വന്ന് പറയാനുള്ളത്. അതേ സമയത്ത് റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു പറയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ അവിടുത്തെ ചാരത്തൊന്നിരിക്കണം, അതാണ് എനിക്ക് വേണ്ടത്. വേറൊന്നും ചോദിക്കാനില്ലേ റബീഅ?
എനിക്ക് വേറൊന്നും ചോദിക്കാനില്ല, എനിക്ക് നാളത്തെ സ്വർഗത്തിൽ വന്ന് തങ്ങളുടെ ചാരത്തന്നിരിക്കണം. അപ്പ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു സ്വർഗത്തെ കുറിച്ചുള്ള ഉറപ്പത്ര. നമ്മളെല്ലാ ഉസ്താദന്മാരും പറയുന്നത് സ്വർഗ്ഗമുണ്ട്, ഉണ്ടാവായിരിക്കും. എല്ലാവരും പറയുന്നത് നരകമുണ്ട്, ഉണ്ടാവായിരിക്കും. അല്ലാതെ നമ്മുടെ ഖൽബിലേക്ക് സ്വർഗം ഉറപ്പുണ്ടോ? നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കുവിൻ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, നിങ്ങൾ ഇവിടെ കാണുന്ന ഏതെങ്കിലും സ്കൈ വില്ലകളല്ല സ്വർഗം. സ്വർഗമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരാൾക്കും വർണ്ണിക്കാൻ പറ്റൂല, അതിനും അപ്പുറമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബയോട് പറയുന്നത്, റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ റബീഅ, വേറൊന്നും ചോദിക്കാനില്ലേ? ഇല്ല നബിയെ, എനിക്ക് വേറൊന്നും വേണ്ട. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, എന്നാ മോന്റെ കാര്യം ചെയ്യ്, ആ ഫയൽ അങ്ങ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തേക്ക്. അഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്. മുഖ്യമന്ത്രിയോട്, പ്രധാനമന്ത്രിയോട്, ഭരണാധികാരിയോട് നമ്മുടെ കാര്യം പറഞ്ഞാൽ അയാൾ പറയും, ഓക്കേ റെഡി, ആ ഫയൽ അവിടെ കൊടുത്തേക്ക് എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം യാ റബീഅ അഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്. ഡിപ്പാർട്ട്മെന്റിൽ ഫയൽ കൊടുത്തോളൂ, സ്വർഗ്ഗം ഉറപ്പാണ്, സുജൂദ് വർദ്ധിപ്പിക്കണം എന്ന മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. റബീഅ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കണ്ണുനട്ട് ജീവിക്കുന്ന മഹാനാണ്. പ്രിയമുള്ളവരെ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയല്ലേ ഉമ്മു സുലൈം ബീവി റുമൈസ റളിയല്ലാഹു അൻഹയോട് ഹബീബായ തങ്ങൾ പറയാണ്, മോളെ റുമൈസ, സ്വർഗത്തിൽ നിങ്ങളുടെ കാൽപര്യമാറ്റം കേട്ടല്ലോ. അതാ ഒരു ദിവസം ജന്നത്തുൽ ബഖീഇന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് നബി തങ്ങൾ പറയാണ്, സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടക്കുന്ന ഒരു സംഘം ആളുകളുണ്ട്. ഉടനെ ഒരു സ്വഹാബി ചെന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എനിക്കതിൽ ഒരു മെമ്പർഷിപ്പ് വേണം. സ്വഹാബിക്ക് തർക്കമൊന്നുമില്ല, ഉറപ്പാ. തങ്ങൾ പറഞ്ഞാണല്ലോ സ്വർഗമുണ്ട്, അതിൽ വിചാരണയില്ലാതെ കിടക്കുന്നവരുണ്ട്, എനിക്കതിൽ മെമ്പർഷിപ്പ് വേണം. ആ തന്നിരിക്കും. അത് കണ്ടുകൊണ്ട് അടുത്ത ആൾ വന്ന്, നബി എനിക്കും വേണം. ഇത് ഒരാൾക്കുള്ള മെഗാ ഓഫർ ആയിരുന്നു, കഴിഞ്ഞു. സബഖക ബിഹാ ഉക്കാശ, ഉക്കാശ അടിച്ചുകൊണ്ട് പോയി. ഉക്കാശ റളിയല്ലാഹു അൻഹു ഉറപ്പായി, ബിദൂനി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന സ്വഹാബിയാണ്. പ്രിയമുള്ളവരെ, അവരുടെ മനസ്സിൽ ഉറപ്പാ. അങ്ങനെയുള്ള സ്വർഗം, ആ സ്വർഗത്തെ കുറിച്ച് ഇമാം തുർമുദി ഉദ്ധരിക്കുകയാണ്. നരകത്തിൽ നിന്ന് ശിക്ഷ അനുഭവിച്ച് സ്വർഗത്തിലേക്ക് വരുന്ന അവസാനത്തെ മെമ്പർ, ആ മെമ്പർ വരുമ്പോ അല്ലാഹു തആല പറയും, അല്ല, നീ സ്വർഗത്തിലേക്ക് കടന്നോ. ആ മനുഷ്യൻ സ്വർഗത്തിന്റെ കവാടം കടന്നു നോക്കിയിട്ട് പറയും, അല്ലാഹുവേ, നീ എന്നെ കളിയാക്കുകയാണോ റബ്ബേ? സ്വർഗം ഹൗസ്ഫുള്ളാണ്, സ്വർഗം നിറഞ്ഞുപോയി, ഇനി അവിടെ സീറ്റില്ല. അല്ലാഹുവേ, നീ കളിയാക്കാണോ? ഈ ഹദീസ് പറയുമ്പോൾ നബി തങ്ങൾ ചിരിച്ചു. കാരണം എന്താ? പരമാധികാരിയായ റബ്ബ് ഒരടിമയ്ക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം നോക്ക്. ഇങ്ങനെ ചോദിക്കാൻ അത് ആലോചിച്ചിട്ട് നബി തങ്ങൾ ചിരിച്ചു എന്ന് ഹദീസിൽ കാണാം. മുത്തുനബി തങ്ങളുടെ ചിരി അവിടെ പുഞ്ചിരിയാണ്. ഒരിക്കലും ശബ്ദമുണ്ടാക്കി മുത്തുനബി തങ്ങൾ ചിരിച്ചിട്ടില്ല. ഏറ്റവും വലിയ ചിരിയോ അവിടുത്തെ അണപ്പല്ലിന്റെ തൊട്ടിപ്പുറത്തുള്ള പല്ല് കാണുന്ന വിധത്തിൽ വിടർന്ന് പുഞ്ചിരിക്കും. അതാണ് തങ്ങളുടെ വലിയ ചിരി. അല്ലാതെ ശബ്ദമുണ്ടാക്കി മുത്തുനബി തങ്ങൾ ചിരിക്കൂല. ആ ഹബീബായ തങ്ങൾ ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ മനുഷ്യൻ പറയും, യാ അല്ലാഹ്, സ്വർഗം ഫുള്ളാണ്, അവിടെ ഹൗസ്ഫുള്ളാണ് റബ്ബേ, ഇനി ഇടമില്ല അല്ലാഹ്.
ഉടനെ മഹാനരായ മുത്തുനബി തങ്ങൾ വിശദീകരിക്കുകയാണ്. അല്ലാഹ് ചോദിക്കുമല്ല മനുഷ്യ, നിനക്ക് ദുനിയാവ് ഓർമ്മയുണ്ടോ? ദുനിയാവ് ഒന്ന് ആലോചിച്ചോക്കെ. അവിടുത്തെ 42 നിലയുള്ള ബിൽഡിങ്ങും പെട്രോണാസ് ട്വിൻ ടവറും അബുദാബിയിലെ ദുബൈയിലെ ഖലീഫ ടവറും അതുപോലെ ലോകത്തുള്ള വലിയ വലിയ രമ്യഹർമ്മങ്ങളും മാളികകളും എല്ലാം ഒന്ന് ആലോചിച്ചു നോക്കുമോനെ. അതെ, എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു ഞാൻ കഴിഞ്ഞു പോയ ദുനിയാവ്. എന്നാൽ അതിന്റെ ഡബിൾ നിനക്ക് തന്നിരിക്കുന്നു. ദുനിയാവിന്റെ 2 ഇരട്ടി പൊയ്ക്കോളൂ, നിനക്കുള്ള സ്വർഗം അതാണ്. ഇതാർക്കുള്ളതാ? ലാസ്റ്റ് എൻട്രി ടു ജന്ന, സ്വർഗത്തിലേക്ക് അവസാനം വരുന്ന ആൾക്ക് കിട്ടുന്നത് ഈ ലോകത്തിന്റെ ഇരട്ടി ആനുകൂല്യ. എത്ര കാലത്തേക്കാ? 10 കൊല്ലത്തേക്കല്ല, 20 കൊല്ലത്തേക്കല്ല, 40 കൊല്ലത്തേക്കല്ല, 4000 കൊല്ലത്തേക്കല്ല. ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അദീം. എറ്റേണൽ പാരഡൈസ്, അനന്തമായ സ്വർഗമാണ്. ഈ അനന്തമായ സ്വർഗം അല്ലാഹു തആല നൽകുന്നത് ആർക്കാണ്? അല്ലാഹുവിനെ അനുസരിക്കുന്ന അമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹ നഫ്സ അനിൽ ഹവാ. അല്ല മോളെ, പെങ്ങളെ, ഒടുത്തൊരുങ്ങി അങ്ങാടിയിൽ ഇറങ്ങി അന്യപെണ്ണിനെ, അന്യപുരുഷനെ ആകർഷിപ്പിക്കുന്ന പെണ്ണിനല്ല. അരമനയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അനാവശ്യങ്ങളുടെ സീരിയല് കാണുന്ന പെണ്ണിനല്ല. പെടലി കുനിഞ്ഞിരുന്നുകൊണ്ട് മൊബൈൽ സ്ക്രീനിലൂടെ ലോകത്തുള്ള മുഴുവൻ അനാവശ്യങ്ങളെയും നോക്കുന്ന ചെറുപ്പക്കാരനല്ല. ഇന്നീ സമുദായത്തിന്റെ ആളുകളുടെ ഒക്കെ പെടലി ഒടിഞ്ഞിരിക്കുക. എന്താ? എല്ലാ റെയിൽവേ സ്റ്റേഷനും, എല്ലാ ബസ് സ്റ്റാൻഡുകളും, എല്ലാ ബസ് സ്റ്റോപ്പുകളും വൈഫൈ ആക്കുന്ന എന്തിനാ? ആളുകൾ ആസ്വദിച്ചിരിക്കട്ടെ, ഈ രാജ്യത്തിന്റെ നിലവിളി കേൾക്കാതെ, ഈ രാജ്യത്തെ പാവങ്ങളുടെ ദുരന്തം കാണാതെ, ഈ രാജ്യത്തെ അരക്ഷിതാവസ്ഥ കാണാതെ അന്ധബദിര മൂകന്മാരായി ജീവിക്കട്ടെ ഇവിടുത്തെ യുവത്വം. അപ്പൊ ആരും പ്രതികരിക്കൂല. അധികാരത്തിൽ നിൽക്കുന്നവർക്ക് ഇഷ്ടം പോലെ തുള്ളാം. അതിനാണ് ലോകത്ത് ഭരണാധികാരികൾ എപ്പോഴും ആലോചിക്കുക. എല്ലാ ഭരണീയരും കള്ളു കുടിക്കാൻ തുടങ്ങിയാലോ ഭരണാധികാരികൾക്ക് വലിയ സന്തോഷമാണ്. ആ വോട്ടിൽ നിന്ന് മാത്രം കള്ളൊന്ന് ഒഴിവാക്കി കൊടുക്കും. വോട്ട് ചെയ്ത് പോയിട്ടോ പിന്നെയും കുടിച്ചോട്ടെ. കാരണം പ്രതികരണങ്ങൾ ഉണ്ടാവില്ല. വികാരങ്ങളുടെ അടിമകളാക്കി മനുഷ്യന്മാരെ മാറ്റിയാൽ, ദീനുഹു ഹവാ, നിന്റെ തന്നിഷ്ടമായി മതം മാറിയാൽ, മതം തന്നിഷ്ടമായി മാറിയാൽ പിന്നെ അവന് സ്വർഗമില്ല. അതേ സമയത്ത് അല്ല മോനെ, കലാലയത്തിന്റെ മുറ്റത്ത് വന്ന് കമന്റടിച്ച് നടന്നിട്ട് അനാവശ്യങ്ങളുടെ ലോകത്തേക്ക് അന്യപെണ്ണിന്റെ കരം കവർന്ന് നടക്കുന്ന മോനെ, ഒരു 10 നാളത്തെ ആനന്ദത്തിന് വേണ്ടി ഈ സ്വർഗം കളയണോ മോനെ? നിന്നെപ്പോലെ ബുദ്ധിശൂന്യനാരാ? ഒരു 4 നാളത്തെ മേനിമിടിപ്പിന് വേണ്ടി അന്യന്റെ കരം കവർന്ന് കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കാമാലയത്തിന്റെ ഉള്ളിലേക്ക് ചേക്കേറുന്ന പെങ്ങളെ, നിനക്ക് ഈ 4 നാളത്തെ ആനന്ദത്തിന് വേണ്ടി അനന്തമായ സ്വർഗം കളയണോ മോളെ? സ്വർഗമൊന്ന് പഠിച്ചു നോക്ക് മോളെ. ഹബീബായ തങ്ങൾ പൊന്നോമന മക്കളെ വളർത്തിയത് സ്വർഗം കൊടുക്കാനാണ്. ഇന്നത്തെ വാപ്പായുമായും മക്കളെ വളർത്തുന്നത് ഇവിടുത്തെ സ്വർഗം കൊണ്ട് തൃപ്തിപ്പെട്ടോളൂ മക്കളെ എന്ന് പറയാനാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞത് വേണ്ട വേണ്ട, എന്റെ മക്കൾക്ക് ഇവിടുത്തെ സ്വർഗം വേണ്ട, എന്റെ ഫാത്തിമാക്ക് ഇവിടുത്തെ സ്വർഗം വേണ്ട. അതുകൊണ്ടാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ ഉള്ളിൽ ഒരു ഡെക്കറേറ്റഡായ വിരിപ്പ് കണ്ടപ്പോൾ ഹബീബായ തങ്ങൾ തിരിഞ്ഞു നടന്നു.
ഇന്നത്തെ ചില ചെറുപ്പക്കാരുണ്ട് നല്ല സ്റ്റൈല് മുടിയൊക്കെ, ഹെയർ സ്റ്റൈൽ, ഹൈ സ്റ്റൈൽ, നടത്തം കണ്ടാൽ അതിനേക്കാൾ ഹൈ ഫൈ. അവന്റെ വിചാരം ഞാൻ ഈ ലോകത്തെ ഏറ്റവും മഹാമനുഷ്യൻ, അഭിശക്തനായല്ലോ മതസാർവഭൗമൻ, ലോകത്തെ കുറിച്ചറിയാത്തവൻ, ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിയാത്തവൻ, താൽക്കാലികമായ ജീവിതത്തിന്റെ മോഹത്തിന് വേണ്ടി അനന്തമായ സ്വർഗം കളഞ്ഞവൻ. കുട്ടികളുടെ ബുദ്ധി പരിശോധിക്കാൻ വേണ്ടി ഒരു പരീക്ഷ നടത്താറുണ്ട്. മോനെ, ഇപ്പോഴാണെങ്കിൽ 1 മിഠായി തരാം, 2 മണിക്കൂർ കഴിഞ്ഞാൽ 5 മിഠായി തരാം, നാളെയാണെങ്കിൽ ഇഷ്ടം പോലെ മിഠായി തരാം. ചില മണ്ടന്മാരായ ഉള്ളവർ പറയും ആ മിഠായി തന്നോട്ടെ, കഴിഞ്ഞു. ഇപ്പൊ തന്ന 1 മിഠായി, 2 മണിക്കൂർ കഴിഞ്ഞാൽ 5 മിഠായി, നാളെ കഴിഞ്ഞാൽ ആവശ്യം പോലെ മിഠായി തരാം. ബുദ്ധിമാന്മാരായ കുട്ടികൾ ഒരു ദിവസം ക്ഷമിക്കും. കാരണം എന്താ? നാളെ ആയാൽ ആവശ്യം പോലെ കിട്ടും. ഇതൊരു മുഅ്മിനിന്റെ ഉദാഹരണം. ഇപ്പൊ നിനക്ക് ആസ്വദിച്ച് ഇഷ്ടം പോലെ ജീവിക്കണോ? ഈ കിട്ടുന്നതേ ഉള്ളൂ. അതേ സമയത്ത് നാളെ അല്ലാഹുവിന്റെ സ്വർഗം കിട്ടിയാൽ അത് ആനന്ദിക്കാനുള്ള വീടാണ്. മോനെ, ഇവിടത്തെ പോലെ പ്രയാസങ്ങളൊന്നും സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ രോഗമില്ല, ആശുപത്രിയില്ല, അവിടെ വാഷ്റൂം അഥവാ ടോയ്ലറ്റില്ല, യൂറിനാലില്ല. ഈ ലോകത്തോ നല്ല ദാഹമുള്ളപ്പോ ഒരു ജ്യൂസ് കുടിച്ചു, കുറച്ചു കഴിഞ്ഞപ്പോ അതിന്ന് 3/4 ഭാഗവും നജസായി, യൂറിനിൽ പോയി ഒഴിവാക്കണം. അത് അല്ലാഹു തആല 1 ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ തരുന്ന ഡ്യൂട്ടിയാ. കുടിച്ചോ, നീ യൂറിനേറ്റ് ചെയ്യണം. നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിച്ചു, കുറച്ചു കഴിയുമ്പോൾ അത് കുറേയേറെ നജസായി, ടോയ്ലറ്റ് ചെയ്യണം. ഈ ഭൂമി ജീവിതത്തിലെ ഏറ്റവും വലിയ ശാരീരിക സംതൃപ്തി ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ സംതൃപ്തിയാ. കല്യാണം കഴിച്ചോ പിറ്റേന്ന് പെട്ടിയെടുക്കും, ഇനി ദുബായി പോട്ടെ, മക്കളെ പോട്ടെ, നാട് വിട്ടു. എന്തിനാ? ഈ ഒരു സുഖത്തിന്റെ കൂടെ പടച്ചോൻ കൊടുത്ത ഡ്യൂട്ടിയാ. വെയിൽ കൊണ്ട് പണിയെടുക്കുന്നത്, തണുപ്പ് മറന്ന് ജോലി ചെയ്യണത്, നാട് വിട്ട് അധ്വാനിക്കുന്നത് എല്ലാം എന്തിനാ? ഭാര്യയോടൊപ്പമുള്ള ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി, ഒരു സന്തോഷത്തിന്റെ കൂടെ പടച്ചവൻ തന്ന തലവേദനയാ. അവർക്ക് വീട് വെച്ചു കൊടുക്കണം, അവർക്ക് രോഗായ ചികിത്സിക്കണം, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. എന്നാലും ചിലപ്പോൾ ചാടിപ്പോ. ഇതല്ലയോ പ്രിയമുള്ളവരെ ഈ ലോകത്തെ ആനന്ദം? സ്വർഗത്തിൽ അങ്ങനെയല്ല, എല്ലാം അനുഗ്രഹമാണ്. അവിടെ ശൗചാലയങ്ങളുടെ ആവശ്യമില്ല. അത് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഉദാഹരണം പറയാം. നീ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്നില്ലേ മോനെ? ആ സമയത്ത് നീ ടോയ്ലറ്റ് ചെയ്തിട്ടില്ല, നീ ടോയ്ലറ്റ് ചെയ്തിട്ടില്ല. ചില ആളൊക്കെ പറയോ മരിച്ചു എന്ന ഒരു സ്വർഗവും പരലോകമൊക്കെ ഉണ്ട് പോലും. എന്നാ ഞാനെന്ന് ചോദിക്കട്ടെ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വല്ല ടെസ്റ്റ് ട്യൂബ് ശിശുക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒഴിവായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്നവരാ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. ഓർമ്മയില്ലാത്ത ഒരു ഗർഭകാലം കഴിഞ്ഞുപോയി. ആലമുൽ അർഹാം. അതിനു മുമ്പ് അതാ രേഖകൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു ആലമുൽ അർവാഹ് കഴിഞ്ഞുപോയി. ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ ഇങ്ങനെ ഒരു കാസർഗോഡ്, ഇങ്ങനെ ഒരു കർണാടക, ഇങ്ങനെ ഒരു ഈ സ്ഥലം, അതൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു സ്ഥലമൊന്നും അറിയില്ല. ഒരു പഞ്ചായത്ത്, ഒരു വാർഡ്, ഒരു വില്ലേജ്, ഒരു ജില്ല, ഒരു സ്റ്റേറ്റ്, ഒരു രാജ്യം. നമുക്കറിയില്ല. ഇതുപോലെയാണ് ഈ ഭൂമിയുടെ പള്ളയിൽ ജീവിക്കുന്ന കാലം. പരലോകം നിനക്ക് മനസ്സിലാവാൻ പരിമിതിയുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പ്രയാണഘട്ടമാണ് ആലമുൽ അർവാഹിൽ നിന്ന് ആലമുൽ അർഹാമിലേക്ക്. ഇവിടെ നിന്ന് മരണപ്പെട്ട ശേഷം ഒരു ലോകമുണ്ട്, ആലമുൽ ബർസഖാണ്. ആ ഒരു ലോകം കഴിഞ്ഞാൽ ആലമുൽ ആഖിറ, പരലോകമുണ്ട് മോനെ. അവിടെയുള്ള സ്വർഗമാണ് അനുഗ്രഹങ്ങളുടെ വീടെന്ന സ്വർഗം. ആ സ്വർഗത്തിന്റെ അനുഗ്രഹം കിട്ടിയാൽ ഖാലിദീന ഫീഹാ അബദാ, അനന്തമായ അനുഗ്രഹമാണ്. ദാലികൽ ഫൗസുൽ അദീം.
അതാണ് ഏറ്റവും വലിയ വിജയം. നീ ഒരു കമ്പനിയുടെ മുതലാളിയാകുന്നതല്ല. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചത് മൊബൈലും നോക്കിയിട്ട് 10 കൊല്ലം കളയാനല്ല, വാട്സാപ്പിൽ ജീവിക്കാനല്ല. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഖുതുബ കേൾക്കാൻ പോലുള്ള നേരമില്ല, അപ്പോഴും വാട്സാപ്പിലാണ്. നിസ്കാരം കഴിഞ്ഞാൽ യാന്ത്രികമായി കൈ പോണത് മൊബൈലിലേക്കാ. കാരണം എന്താ? ഇവൻ UN സെക്രട്ടറി, അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടിയെ കുറിച്ച് വല്ല മെസ്സേജും വന്നിട്ടുണ്ടെങ്കിലോ നോക്കട്ടെ എന്ന തിരക്കിലാണ്. അനാവശ്യമായി പുതിയ ഡിവൈസുകളുടെ ലോകത്ത്, പൊതുമാധ്യമങ്ങളുടെ ലോകത്ത് ജീവിക്കുകയാണ്. അല്ല മോനെ, നമുക്ക് വിവേകം വേണം, ബുദ്ധിയുള്ളവരായി ജീവിക്കണം. ഈ ലോകത്തെ ഒരു 4 നാളത്തെ ആനന്ദത്തിന് വേണ്ടി അനന്തമായ സ്വർഗം കളയരുത്. അല്ലയോ മോനെ, ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ആനന്ദത്തിന് വേണ്ടി പരലോകത്തെ സ്വർഗം കളഞ്ഞാൽ നീ മണ്ടനായ ഇടപാടുകാരനാണ്. അതേ സമയത്ത് ഈ ലോകത്തെ ജീവിതം പോട്ടെ, അതിനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഫൈനൽ ജന്നത ഹിയൽ മഅവാ, അവന്റെ വീടാണ് സ്വർഗമെന്ന് പറയുന്നത്. വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് റബ്ബിലേക്ക് വരലാണ്. അവനുള്ള വീടാണ് അൽ ജന്നത്തു വനഈമുഹാ. ഞാൻ എന്റെ സദസ്സിനോട് ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, അതിനോടുള്ള നസീഹത്താണ്. ഈ പരിപാടികളുടെ മുഴുവനും ആത്മാവാണ്. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് അവിടെ പറയേണ്ടവരാണ്. ഞാൻ ഈ പരിപാടിയിലേക്ക് വരുന്നതിന് മുമ്പ് അതാ കെന്യ എന്ന സ്ഥലത്തൊരു ചെറിയ പരിപാടിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇന്ന് വൈകുന്നേരം പൊടുന്നനെ ഒരു മനുഷ്യൻ വീണങ്ങ് മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ. ശ്വാസത്തിന്മേൽ നിന്റെ നടത്തം, ശ്വാസം നിന്നാൽ നിന്റെ കിടത്തം. അറിയുമോ, നിന്റെ കാലിൽ ഒരു മുറിവ് പറ്റിയിട്ട് നീ മംഗലാപുരത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഒരു സാമ്പിളൊന്നെടുത്ത് ലാബിൽ അയക്കട്ടെ. അല്ല, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസറിലേക്ക് നിന്റെ കാലിലെ മുറിവിന്റെ ഒരു സാമ്പിൾ എടുത്ത് അയക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ നിമിഷം നിന്റെ ചിരി അവസാനിച്ചില്ലേ? ഇതല്ലേ ഈ ജീവിതം? ഞാൻ ഇന്നലെയും ഇതേ പ്രയോഗത്തിലൊരു വയത് പറഞ്ഞു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാഞ്ഞങ്ങാട് ഇറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. എന്താണെന്നറിയോ? എന്റെ കാലിൽ ഒരു മുറിവുണ്ടായിട്ട് സാമ്പിൾ ടെസ്റ്റിന് അയച്ചപ്പോൾ ക്യാൻസർ ആണ്. അത് പറയുമ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ. അതുപോലെയുള്ള രോഗികൾക്ക് മുഴുവനും അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. അത്തരം മാരകമായ രോഗങ്ങളെ തൊട്ട് ജല്ല ജലാലായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ചിരി അവസാനിച്ചു. നമ്മുടെ ഏതെങ്കിലും ഒരു മുറിവിന്റെ സാമ്പിൾ ലാബിലേക്ക് അയക്കണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ചിരി അവസാനിച്ചു. ഇതല്ലേ ജീവിതം? ഈ ജീവിതത്തിന് വേണ്ടിയാണോ നീ ഓടിച്ചാടി നടന്നത്? ബ്ലഡിൽ ക്യാൻസറിന്റെ അംശങ്ങളുണ്ട് എന്നറിഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്തൊരു ചെറുപ്പക്കാരൻ എന്റെ കൂടെ ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, RCCയിൽ ചെന്നപ്പോഴാണ് ചെറിയൊരു ബോധനിക്കുണ്ടായത്, ഇങ്ങനെ ജീവിച്ചാ പോരാ. RCCയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ്, റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് ചെല്ലുമ്പോഴാണ് എനിക്കൊരു ബോധമുണ്ടായത്, ഈ ജീവിതത്തിൽ ഇങ്ങനായാ പോരാ. കാരണം ഇനി ഞാൻ എപ്പോഴും മരിച്ചു പോയേക്കാം എന്ന ഒരു വിചാരം അത് നേരത്തെ നമുക്കുണ്ടായാൽ എത്ര നല്ലവരായി. അതുകൊണ്ട് മോനെ, ഇവിടത്തെ ഉള്ള എല്ലാ ആനന്ദവും അവസാനിക്കാനുള്ളതാണ്.
നമ്മുടെ ജീവിതം ഒരു മൊബൈലിന് വേണ്ടി ഹോമിക്കാനുള്ളതല്ല, ഒരു വാട്സപ്പ് പിരാന്തനായി ജീവിക്കാനുള്ളതല്ല, വിവേകം മുഴുവനും സോഷ്യൽ മീഡിയക്ക് പണയം വെക്കേണ്ടവനല്ല. അല്ലാഹു നിനക്ക് മണ്ട തന്നത്, കണ്ണ് തന്നത്, കാത് തന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹം അറിഞ്ഞ് അവന് ഇബാദത്ത് ചെയ്യാനാണ്. ഞാൻ എന്റെ സദസ്സിനോട് ചോദിക്കട്ടെ, ഈ വെള്ളിയാഴ്ച ദിവസം ആയിരക്കണക്കിന് മെസ്സേജ് നീ വാട്സപ്പിലൂടെ നോക്കിയില്ലേ? സൂറത്തുൽ കഹ്ഫ് ഓതിയോ മോനെ? ഞാൻ നേരം കിട്ടാത്തോണ്ടാണ് സൂറത്തുൽ കഹ്ഫ് ഓതാത്തതെന്ന് എത്ര ആക്ക് പറയാണ്ടാവും. സൂറത്തുൽ കഹ്ഫ് ഓതിയില്ല. എന്തേ മോനെ? എനിക്ക് സമയം ഉണ്ടായില്ല. എന്തേ സമയം ഉണ്ടാവാൻ? എവിടുക്ക പോയത്? എന്തായിരുന്നു നിന്റെ ഏർപ്പാട്? ഈ വെള്ളിയാഴ്ച ദിവസം ഒരു 110 ആയത്തോളാൻ നേരല്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു 10 ആയത്ത് ദിവസം ഓതാൻ നേരല്ല. ഏത് മുസ്ലിമാണോ നീ? എന്തിനാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്? നമ്മളൊക്കെ ഇസ്ലാമിന്റെ ആളുകളായപ്പോഴല്ലേ ഇസ്ലാമിനെ തെരുവിൽ ചവിട്ടിത്തേക്കാൻ തുടങ്ങിയത്? ഈ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ തെരുവിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്? ഇന്ന് സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഞാനും നിങ്ങളും മുസ്ലിമായി എന്നുള്ള പ്രശ്ന, വേറൊന്നുമല്ല. ഖാലിദ് ഇബ്നു വലീദും ഉമർ അൽ മുഖ്താറും സലാഹുദ്ദീൻ അയ്യൂബിയും ഇസ്ലാമിന്റെ ആളുകളായിരുന്നപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ലോകത്തിന്റെ പ്രതാപം ഉണ്ടായിരുന്നു. റോമിന്റെ ആളുകളെ ഞെട്ടിത്തെരിച്ച് മാറി നിന്നിരുന്നു. ഞാനും നിങ്ങളൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ഇറങ്ങിയപ്പോഴാണ് ഇതിനെ ചവിട്ടിത്തേക്കാൻ ഏതൊരുത്തിനും പേടിയില്ലാതെ വന്നത്. അതുകൊണ്ട് ഒരു മാർഗമേ ഉള്ളൂ, നമ്മൾ ഇസ്ലാമിലേക്ക് മടങ്ങണം. വേറെ ഒരു മാർഗോടെ പരിഹാരമില്ല. ഖാലിദിന്റെ ഇസ്ലാം, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ വിലാസമായപ്പോഴാണ് മദീനയിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. അല്ലയോ ഖലീഫ, അമീറുൽ മുഅ്മിനീൻ, ഒരു 4000 അംഗങ്ങളുള്ള സൈന്യത്തെ ഇങ്ങോട്ട് അയക്കണേ. ഇവിടെ അത്രയും വലിയ ഒരു സൈന്യം ആവശ്യമുണ്ട്. മദീനയിൽ നിന്ന് അമീറുൽ മുഅ്മിനീൻ ഖാലിദ് ഇബ്നു വലീദിന്റെ കത്ത് വാങ്ങുക. 4000 പേരുള്ള ഒരു സൈന്യത്തെ അയച്ചു കൊടുക്കണം ഈജിപ്തിന്റെ ഭാഗത്തേക്ക്. ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ അമീറുൽ മുഅ്മിനീൻ, മദീനയിലെ ഭരണാധികാരി, സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 പേരെ വിളിച്ചു. 4 ആളുകൾ. എന്നിട്ടൊരു കത്തെഴുതി, അല്ലയോ ഖാലിദ് ഇബ്നു വലീദ്, നിങ്ങൾ 4000 പേരെ ചോദിച്ചതിന് പകരം ഞാൻ 4 പേരെ അയക്കുന്നു. കുല്ലും മിൻഹും ബിഅൽഫി റജുൽ. ആ വരുന്ന 4 പേരിൽ ഓരോരുത്തരും 1000 പേർക്ക് പറ്റുന്ന ആളുകളാണ്. അത് ആയുധം കൊണ്ട് 4000 പേർക്ക് പറ്റിയതല്ല, കായിക ബലം കൊണ്ട് 4000 പേർക്ക് പകരമായതല്ല, അവര് ജിമ്മിന് പോയത് കൊണ്ടല്ല, അഭ്യാസത്തിന് പോയത് കൊണ്ടല്ല, ആയോധന പരിശീലനം നടത്തിയത് കൊണ്ടല്ല, ആരാധന കൊണ്ട് റബ്ബിലേക്ക് അടുത്തപ്പോൾ ഇരുട്ടിന്റെ ആളുകളായ 1000 പേരെ നിലക്ക് നിർത്താൻ ഖാലിദ് ഇബ്നു വലീദ് തങ്ങളുടെ കൂട്ടുകാരിൽ ഒരാള് മതിയായിരുന്നു മോനെ. ഇന്ന് 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസൽമാൻ ലോകത്തുണ്ട്. ആ കോടിക്കണക്കിന് മുസൽമാന് തെരുവോരത്തിൽ അമ്മാനമാടിയിട്ട് ചോദിക്കാൻ ഒരു ഉറപ്പുള്ള ശബ്ദം എവിടെ? ജസീറത്തുൽ അറബിൽ നിന്ന് ശബ്ദമുയരുന്നുണ്ടോ? ഏഷ്യയിൽ നിന്ന് ശബ്ദമുയരുന്നുണ്ടോ? സിന്ധിൽ നിന്ന് ശബ്ദമുയരുന്നുണ്ടോ? ലോകത്തെവിടുന്ന മോനെ ആർജവമുള്ള ഒരു ശബ്ദം മുസൽമാന് വേണ്ടിയുള്ളത്? കാണാനില്ല. എന്തേ കാരണം? അൽ മുസ്ലിമൂന ഫിൽ ഖുബൂർ, മുസ്ലിങ്ങൾ ഖബറിലാണ്. ഇന്ത്യക്കാൽ ഹോഗേ, എല്ലാം പോയി. പിന്നെ ആരാളുള്ളത്? ഇസ്ലാമിന്റെ പേരിലുള്ള കുറെ കോലങ്ങളാണുള്ളത്. അതുകൊണ്ട് ഞാനും നിങ്ങളും അല്ലാഹുവിലേക്ക് മടങ്ങണം. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മുടെ കയ്യിലാണ്, യുവാക്കളുടെ കയ്യിലാണ് ഈ ഇസ്ലാമിന്റെ ഭാവിയുള്ളത്. ഞാനും നീയും ആധുനിക മീഡിയകളുടെ അഡിക്റ്റുകളാകരുത്. ആവശ്യത്തിന് ഉപയോഗിച്ചോ മോനെ. നീ നിന്റെ ഹെയർ സ്റ്റൈൽ തീരുമാനിക്കേണ്ടത് ഏതോ സിനിമാ താരത്തിന്റെ അല്ല.
നീ അനുകരിക്കുന്ന സിനിമാ താരം നാളെ ഹിദായത്ത് കിട്ടിയിട്ട് ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിൽ നരകത്തിന്റെ വിറക് കൊള്ളിയാണ്. നാണമില്ലേ മുസ്ലിമാനെ? ഏതോ നരകത്തിന്റെ വിറകാവണ്ട താരത്തിന്റെ തല നിന്റെ തലയിലേക്ക് കൊണ്ടുവരാ. എവിടെയാണ് നിന്റെ ഹിദായത്തിന്റെ വെളിച്ചം? നിന്റെ പാൻസിന്റെ സ്റ്റൈൽ ആരുതാ? ഇന്ന ഫിലിം സ്റ്റാറിന്റെ. ഓ ഫിലിം സ്റ്റാർ കഹാൻ കോ ജാത്തെ ഹോ? എവിടേക്കാണ് ആ ഫിലിം സ്റ്റാർ പോകുന്നത്? ഇന്നവരുടെ ഈ ജീവിതക്രമത്തിലാണ് അവര് മരിച്ചു വീഴുന്നതെങ്കിൽ അവര് നരകത്തിന്റെ വിറകല്ലേ മോനെ. നിന്റെ കാലും നിന്റെ പാൻസും നിന്റെ തലയും നിന്റെ സ്റ്റൈലും ജഹന്നം മോഡലാക്കാൻ ആരാണടാ നിന്നോട് പറഞ്ഞത്? നിനക്കൊരു ജന്നത്തി സ്റ്റൈലായി കൂടെ? അതാണ് മദീനയിൽ നിന്ന് ചോദിക്കുന്നത്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിനക്ക് തുടരാനുള്ള റോൾ മോഡൽ ആഖായ നാംദാർ താജ്ദാർ മദീന ഹബീബെ ഖുദാ നൂറെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുണ്ട്. ആ തങ്ങളെ അങ്ങ് മാറ്റി വെച്ചിട്ട് നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയിലേക്ക് വരണം. മഹാനരായ മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് വരണം. ഉമറുൽ മുഖ്താറിന്റെ ജീവിതത്തിലേക്ക് വരണം. സലാഹുദ്ദീൻ അയ്യൂബിയിലേക്ക് വരണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് വരണം. അല്ലയോ മോനെ, എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളുടെ ആർഭാടങ്ങളുടെ നടുവിൽ ഇസ്ലാമിന്റെ ചിട്ട മറന്നോ പെങ്ങളെ? കറുത്ത ഒരു ലോഹയിട്ടത് കൊണ്ട് സ്വർഗത്തിന്റെ നടുങ്ങുണ്ടാവൂല. കറുത്ത ഒരു ലോഹയിട്ട് അങ്ങാടിയിൽ ഇറങ്ങിയത് കൊണ്ട് മുത്തഖിയാവൂല. ഖൽബിന്റെ ഉള്ളിൽ നിന്ന് ജ്വലിക്കുന്ന ഈമാൻ വേണം പെങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി തങ്ങളോട് സ്നേഹം വേണം മോളെ. പരിഷ്കാരത്തിന്റെ ജാടകളുടെ ലോകത്തെ മതത്തിന്റെ ചിഹ്നങ്ങളെ വലിച്ചെറിയല്ലേ മോളെ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈമാനുള്ള പെങ്ങളെ, മുത്തുനബി തങ്ങളെ ഇഷ്ടം വെക്കുന്ന ഉമ്മ, അല്ലാഹുവിന്റെ സ്വർഗം വേണോ? സ്വർഗം തുറക്കുന്നതാരാണ്? ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഞാനാണ് സ്വർഗം തുറക്കുന്നത്. വമഈ സഅലീകുൽ മുഹാജിരീൻ വമഈ ഫുഖറാഉൽ മുഹാജിരീൻ. എന്റെ കൂടെ മുഹാജിറുകളായ ഫുഖറാക്കൾ, പാവങ്ങളായ സ്വഹാബത്ത് സ്വർഗത്തിലേക്ക് കടക്കും. പാവങ്ങളായ സ്വഹാബത്ത്. ഈ ദുനിയാവെന്ന് വെച്ചാൽ അതിന്റെ ഇക്വേഷൻ എന്താണെന്നറിയോ? ഹലാലുഹാ ഹിസാബ് വഹറാമുഹാ ഇഖാബ്. ഇത്രേ ഉള്ളൂ. ഈ ദുനിയാവ് എന്താണെന്ന് വെച്ചാൽ ഇതേ ഉള്ളൂ. ഹലാലുഹാ ഹിസാബ്. ഹലാൽ ഈ ദുനിയാവെന്ന് എടുത്തോ, അത് അല്ലാഹുവിന്റെ അടുക്കൽ കണക്ക് പറയണം. ഹറാം എടുത്തോ, അല്ലാഹുവിന്റെ അടുക്കൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നല്ല തഖ്വയോടെ അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅതി, അല്ലാഹുവിലേക്ക് നല്ല ഖൽബോടെ അടുത്ത തഖ്വയോടെ ജീവിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ നന്നായി ഇഷ്ടം വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നന്നായി ചൊല്ലണം. എന്നും സ്വലാത്ത് ചൊല്ലുന്ന ഒരു നല്ല മുഅ്മിനായി മുഅ്മിനത്തായി ജീവിച്ചാൽ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വലാത്ത് ഏറെ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ചെറുപ്പക്കാരെ എനിക്കറിയാം. അവര് മദീനയിലെത്താൻ കൊതിച്ചിട്ട് മദീനയിലെത്തിയവരുണ്ട്. കിനാവിൽ ഹബീബായ തങ്ങളെ ഒന്ന് കാണണം എന്ന് മോഹിച്ചിട്ട് കണ്ടവരുണ്ട്. മദീനത്ത് ചെന്ന് നല്ല നല്ല അനുഭവങ്ങൾ കിട്ടിയവരുണ്ട്. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ടൊന്ന് കിടന്നുറങ്ങിക്കോ മോനെ. സിനിമാ ഗാനം കണ്ട് കേട്ട് കിടന്നുറങ്ങണ്ട. അനാവശ്യങ്ങൾ കണ്ടുകൊണ്ട് കിടന്നുറങ്ങണ്ട. കിടന്നുറങ്ങാൻ നേരെ ഒരു മുഅ്മിൻ പറയുന്ന ദിക്ർ ഏതാണ്?
ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ നാമത്തിൽ വദഅതു ജംബി, ഞാൻ എന്റെ പാർശ്വം വെച്ചിരിക്കുകയാണ്, ഞാൻ കിടക്കുകയാണ്. ഇൻ അംസക്ത റൂഹി ഫർഹംഹാ, ഈ ഉറക്കിൽ ഞാൻ മരിക്കുമോന്നറിയില്ല, അങ്ങനെ ഈ ഉറക്കിൽ ഞാൻ മരിച്ചാൽ നീ കാരുണ്യം ചൊരിയണേ റബ്ബേ. വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ, നീ വിട്ടുതന്നാൽ നീ ഒരു സെമീൽ പിടുത്തമാണ്. ഉറക്കമെന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു സാമ്പിളാണ്. ബോഡിയിൽ നിന്ന് ആത്മാവിങ്ങനെ മാറി നിൽക്കലാണ്. അതങ്ങ് നിരന്തരമായി മാറി നിന്നാൽ അത് മരണമാണ്. പിന്നെ തിരിച്ചു തന്നാൽ ഉറക്കിൽ നിന്നുള്ള ഉണർവാണ്. അതൊരു പുനർജന്മം പോലെയാണ്. അങ്ങനെ നീ വീണ്ടും തന്നാൽ അതിനെ നീ കാക്കണേ റബ്ബേ എന്ന് ചൊല്ലിയിട്ടല്ലേ മോനെ കിടക്കേണ്ടത്. അങ്ങനെ കിടക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലി ചൊല്ലിയാണ് നിന്റെ ഉറക്കമെങ്കിൽ, ഹബീബായ തങ്ങളെ ഓർത്തോർത്താണ് നിന്റെ ഉറക്കമെങ്കിൽ, പാതിരാത്രിയുടെ പഴുതിൽ മദീനയുടെ രാജാവ് തെളിഞ്ഞു വരുന്നില്ലേ? അവിടെ ഹബീബായ തങ്ങളെ കാണാം. അല്ലാഹു തആല നമ്മേവരെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാ ചെറുപ്പക്കാരും എഴുന്നേറ്റ് ഒരൽപ്പസമയം മുന്നോട്ട് നിന്നാൽ, പ്രയാസമുള്ള ഉപ്പമാരി എഴുന്നേൽക്കേണ്ടതില്ല, രോഗമുള്ളവർ എഴുന്നേൽക്കേണ്ടതില്ല, പ്രയാസമില്ലാത്ത എല്ലാവരും ഒന്നടുത്തേക്ക് വന്നാൽ യാ റബ്ബു യാ അല്ലാഹ്, നിന്റെ പവിത്രമായ ദീനിന്റെ ചിഹ്നങ്ങളായ മഹാന്മാരായ ആലിമീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, അവരെ ഓർക്കുന്ന പരിപാടികളാണിതെല്ലാം. നേരത്തെ ഇവിടെ തങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ ഒരു മനുഷ്യന്റെ ജനാസ കേടുവരാതെ കണ്ടു എന്ന്. മാഷാ അല്ലാഹ്, ഔലിയാക്കളായത് ഈ ദുനിയാവ് വേണ്ട.